ഇവിടെ നല്ല മഴയാണ് കേട്ടോ, നല്ല അടിപൊളി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഏകദേശം കാർമേഘമൊക്കെ മൂടിക്കെട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഉറപ്പാണ് ഇന്ന് നല്ലൊരു മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇതേ പെയ്തു. അപ്പോൾ നമുക്ക് മഴ റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് വേർഡ്സ് നോക്കാം കേട്ടോ. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ കാർമേഘം മൂടിക്കെട്ടി നിൽക്കുക എന്നൊക്കെ പറയാറില്ലേ നമ്മളൊരാളോട്. അപ്പം കാർമേഘം, അതായത് ആകാശം മുഴുവൻ ഇരുണ്ട് കൂടി കാർമേഘമൊക്കെ ഇങ്ങനെ മേഘങ്ങളൊക്കെ കൂടിക്കെട്ടി നിൽക്കുക എന്നുള്ളതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡാണ് ഓവർകാസ്റ്റ്. എന്താണ്? ഓവർകാസ്റ്റ്. ഓക്കെ, ഓവർകാസ്റ്റ്. അപ്പോൾ ആകാശം മുഴുവൻ ഇങ്ങനെ മേഘം കൊണ്ട് മൂടിക്കെട്ടി നിൽക്കുക നമ്മൾ എങ്ങനെ പറയും? ദ സ്കൈ ഈസ് കംപ്ലീറ്റ്ലി ഓവർകാസ്റ്റ്. ദ സ്കൈ ഈസ് കംപ്ലീറ്റ്ലി ഓവർകാസ്റ്റ്. ഒന്നെൻ്റെ അപ്പോൾ പറഞ്ഞേ, യെസ്, ദ സ്കൈ ഈസ് കംപ്ലീറ്റ്ലി ഓവർകാസ്റ്റ്. ഓക്കെ, ഈ കാർമേഘമൊക്കെ മൂടിക്കെട്ടി കിടന്നിട്ട് ഇങ്ങനെ മഴ പെയ്യാൻ തുടങ്ങിയില്ലേ? അപ്പോൾ ആദ്യം തന്നെ ശക്തിയിൽ പെയ്യില്ലല്ലോ അല്ലേ? നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ നമ്മൾ പറയും ചാറ്റൽ മഴ എന്ന് പറയും അല്ലേ? ചാറ്റൽ മഴ. അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡാണ് ഡ്രിസ്ലിംഗ്. ഡ്രിസ്ലിംഗ്. എന്താണ്? ഡ്രിസ്ലിംഗ്. ഓക്കെ, ഡ്രിസ്ലിംഗ്. നല്ല സുഖമുണ്ടല്ലേ വേർഡ് പറയാൻ? ഡ്രിസ്ലിംഗ്. അപ്പോൾ നമുക്ക് പുറത്തതേ ചാറ്റൽ മഴ പെയ്യാണ്, പുറത്ത് ചാറ്റൽ മഴയുണ്ട് എന്നെങ്ങനെ പറയും? ഇറ്റ് ഈസ് ഡ്രിസ്ലിംഗ് ഔട്ട്സൈഡ്. ഇറ്റ് ഈസ് ഡ്രിസ്ലിംഗ് ഔട്ട്സൈഡ്. ഒന്നെൻ്റെ അപ്പോൾ പറഞ്ഞേ, യെസ്, ഇറ്റ് ഈസ് ഡ്രിസ്ലിംഗ് ഔട്ട്സൈഡ്. മറ്റേതെന്തായിരുന്നു? കാർമേഘം മൂടി കെട്ടിക്കിടക്കുക. ഓവർകാസ്റ്റ്. ഓവർകാസ്റ്റ്. അല്ലെങ്കിൽ ഡാർക്ക് ക്ലൗഡ്സ് ആർ ഗ്യാതറിങ് ഇൻ ദ സ്കൈ എന്നും പറയാം കേട്ടോ. ഡാർക്ക് ക്ലൗഡ്സ്, അതായത് ഇരുണ്ട മേഘങ്ങൾ. ഗ്യാതറിങ്, കൂടി നിൽക്കുകയാണ് എവിടെ? ഇൻ ദ സ്കൈ, ആകാശത്തിൽ കൂടി മൂടിക്കെട്ടി നിൽക്കുകയാണ്, കൂട്ടം കൂടി നിൽക്കുകയാണ്, അങ്ങനെയും പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ രണ്ടാമത് പറഞ്ഞ എന്തായിരുന്നു? ചാറ്റൽ മഴ അല്ലേ? ഡ്രിസ്ലിംഗ്. ദേ ഇപ്പോൾ ചാറ്റൽ മഴയൊന്നും അല്ല കേട്ടോ, കുറച്ചുകൂടെ ശക്തമായിട്ട് പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ചാറ്റൽ മഴ കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് മഴ കനത്ത് പെയ്യില്ലേ? അതിന് നമുക്ക് പറയാം പോഴിങ്. പോഴിങ്. ഓക്കെ, എന്താണ്? പോഴിങ്. ഇവിടെ നല്ല കനത്ത മഴ പെയ്യണം എങ്ങനെ പറയും? ഇവിടെ നല്ല കനത്ത മഴ പെയ്യാണ്. ഇറ്റ്സ് പോഴിങ് ഹിയർ. ഇറ്റ്സ് പോഴിങ് ഹിയർ. നല്ല മഴയായതുകൊണ്ട് എനിക്ക് വരാൻ കഴിഞ്ഞില്ല. നല്ല മഴയായതുകൊണ്ട് എനിക്ക് വരാൻ കഴിഞ്ഞില്ല എങ്ങനെ പറയും? ഐ കുഡിൻ കം ബിക്കോസ് ഇറ്റ് വാസ് പോഴിങ്. ഐ കുഡിൻ കം. എന്തുകൊണ്ടാ കുഡ് വന്നേ? ക്യാൻ പറയാത്തെ? യെസ്, കുഡിൻ എന്ന് പറഞ്ഞാൽ എന്താ? കഴിഞ്ഞില്ല. ഓക്കെ, പാസ്റ്റ് ആണല്ലേ. സോ ഐ കുഡിൻ കം ബിക്കോസ് ഇറ്റ് വാസ് പോഴിങ്. ബിക്കോസ് ഇറ്റ് വാസ് പോഴിങ്. ഓക്കെ, മഴയായത് കാരണമാണ് എനിക്ക് വരാൻ കഴിയാഞ്ഞത്, വരാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ മഴ വെറുതെ പെയ്യല്ല കേട്ടോ. നമ്മൾ പറയാറില്ലേ, കുറച്ച് ആഞ്ഞടിച്ച് ശക്തിയിൽ പെയ്യ പറയില്ലേ? നമ്മുടെ ജനലിലും വാതിലൊക്കെ വന്നിട്ട് നമ്മൾ പെയ്യാറില്ലേ? യെസ്, ഇപ്പം ആഞ്ഞടി വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളതിന് നമ്മൾ പറയാം ലാഷ് എന്നാണ് കേട്ടോ. എന്താണ്? ലാഷ്. ഓക്കെ, ലാഷ്. ആഞ്ഞടിച്ച് പെയ്യുക. ഞാൻ അകത്തോട്ട് കയറിട്ടെ. ഓക്കെ, അപ്പോൾ വേർഡ് എന്താണ്? ലാഷ്. ലാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആഞ്ഞടിച്ച് പെയ്യാന്ന് പറയില്ലേ? അതാണ് കേട്ടോ. ഞാൻ അകത്ത് ലൈറ്റ് ഇടാത്തതാണ് കേട്ടോ, കാരണം ഈ ഒരു അന്തരീക്ഷം എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കരുതിക്കൂട്ടി ലൈറ്റ് ഇടാത്തതാണ് കേട്ടോ. അപ്പോൾ മഴ ജനലിൽ വന്ന് ആഞ്ഞടിക്കുകയാണ് എന്നെങ്ങനെയാണ് പറയാം നമ്മൾ? മഴ ജനലിൽ വന്നിട്ട് ഇങ്ങനെ ആഞ്ഞടിക്കുക എങ്ങനെയാ പറയാ? The rain is lashing against the windows. The rain is lashing against the windows. അതായത് ജനലിലും കഥകളൊക്കെ വന്നിട്ട് ഇങ്ങനെ ആഞ്ഞടിക്കുക മഴ. ഓക്കെ, അതിനാണ് നമ്മൾ എന്ത് വേർഡ് യൂസ് ചെയ്യുക? ലാഷിങ്. ഓക്കെ, ഈ നേരം കൊണ്ട് നമ്മളിപ്പോൾ ഏതൊക്കെ വേർഡ്സ് പഠിച്ചു? ആദ്യത്തെ നമ്മൾ പറഞ്ഞല്ലേ, കാർമേഘം മൂടി കെട്ടിക്കിടക്കുന്നതിന് ഓവർകാസ്റ്റ് എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നമുക്ക് ഡാർക്ക് ക്ലൗഡ്സ് ഗ്യാതറിംഗ് എന്ന് പറയാം അല്ലേ? കൂട്ടം കൂടി നിൽക്കുന്ന ഇരുണ്ട മേഘങ്ങൾ. അപ്പം ആകാശത്ത് അങ്ങനെ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം മഴയുടെ ചാൻസ് ആണ്. രണ്ടാമത്തത് എന്താണ്? ചാറി പെയ്യുക, ചാറ്റൽ മഴ പെയ്യുക എന്നുള്ളതിന് നമ്മൾ ഡ്രിസ്ലിംഗ് എന്ന് പറയും. ഡ്രിസ്ലിംഗ്. ഓക്കെ, ഇനി കുറച്ചുകൂടെ ശക്തമായിട്ട് പെയ്യുന്നെങ്കിൽ നമ്മൾ പോറിംഗ് എന്ന് പറയും അല്ലേ? പോറിംഗ്. ഇനി കുറച്ചുകൂടെ അല്ല, അതിഗംഭീരമായിട്ട് മഴ പെയ്യാണ്, നമ്മുടെ വിൻഡോയിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ആഞ്ഞടിക്കുകയാണെങ്കിൽ നമ്മളതിനെ ലാഷ് എന്ന് പറയും അല്ലേ? ലാഷിങ് എന്ന് പറയും. ഇനി അടുത്തൊരു ഇടിവെട്ട് പ്രയോഗമാണ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. എന്താണ്? റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. അതായത് പൂച്ചയും പട്ടിയും പെയ്യുന്നു എന്നല്ല കേട്ടോ, അതൊരു ഇഡിയമാണ്. അത് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് നമ്മൾ പറയില്ലേ, ബക്കറ്റൊക്കെ ഇങ്ങനെ കമിഴ്ത്തി വെച്ചാൽ എങ്ങനെയാണ് പെയ്യുക? അതുപോലെ അത്രയും ഗംഭീര മഴ. ഓക്കെ, അത് നമ്മൾ എന്താ പറയണ്ടേ? റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. ഓക്കെ, എന്നിട്ട് ഇപ്പോൾ പറഞ്ഞേ റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. ഇതൊരു അടിപൊളി പ്രയോഗമാണ് കേട്ടോ. പുറത്ത് മഴ നല്ലോണം തകർത്ത് പെയ്യാണ്, അവിടെ നീ ഇപ്പോൾ പുറത്ത് പോകണ്ട എന്നെങ്ങനെ പറയും? നീ ഇപ്പോൾ പുറത്ത് പോകണ്ട, കാരണം മഴ അത്രയും ശക്തമായിട്ട് പെയ്തുകൊണ്ടിരിക്കുക. എങ്ങനെ പറയാം? യെസ്, ഡോണ്ട് ഗോ ഔട്ട് നൗ. ഡോണ്ട് ഗോ ഔട്ട് നൗ. എന്താ പറയണ്ടേ? ഡോണ്ട് ഗോ ഔട്ട് നൗ. ഇറ്റ്സ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. ഓക്കെ, ഡോണ്ട് ഗോ ഔട്ട് നൗ. ഇറ്റ്സ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. ഇന്നലെ രാത്രി ഇവിടെ പെരുമഴയായിരുന്നു. എങ്ങനെയാ പറയാ? It was raining cats and dogs last night. It was raining cats and dogs last night. എന്നിട്ട് ഇപ്പോൾ പറഞ്ഞേ, യെസ്, ഇറ്റ് വാസ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് ലാസ്റ്റ് നൈറ്റ്. ഇറ്റ് വാസ് ആണ് കേട്ടോ, ഇന്നലെ പെയ്ത് കഴിഞ്ഞു, അതുകൊണ്ടാണ് കേട്ടോ.
ഇനിയിപ്പോൾ മഴയത്തൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ മുങ്ങിപ്പോവാന്ന് പറയില്ലേ, നനഞ്ഞ് കുതിർന്ന് ഒരു പരുവാകാന്ന് പറയാറില്ലേ, ഇങ്ങനെ കുതിർന്ന് പോവാന്ന് പറയാറില്ലേ, അതിന് നമുക്ക് പറയാൻ പറ്റുക ഡ്രെൻച്ച്ഡ് എന്നാണ് കേട്ടോ. ഡ്രെൻച്ച്ഡ് ഓക്കെ, ഡ്രെൻച്ച്ഡ്. ഞാൻ ഈ മഴയത്ത് നനഞ്ഞു കുതിർന്നു എങ്ങനെ പറയും? ഈ മഴയത്ത് നനഞ്ഞു കുതിർന്നിട്ടുണ്ട് എങ്ങനെ പറയും? I got completely drenched in the rain. I got completely drenched in the rain. കംപ്ലീറ്റ് ആയിട്ട് drenched എന്ന് പറഞ്ഞാൽ എന്താ? കംപ്ലീറ്റ് ആയിട്ട് നനഞ്ഞു കുതിർന്നിട്ടുണ്ട് മഴയത്ത്. ഓക്കെ, ഐ ഗോട്ട് കംപ്ലീറ്റ്ലി drenched in the rain. നമ്മളതുപോലെ നനഞ്ഞു കുതിർന്ന് വരുന്ന ആളുകളോട് പറയാറില്ലേ, നിന്റെ ഡ്രസ്സ് ആകെ നനഞ്ഞു കുതിർന്നിട്ടുണ്ടല്ലോ എന്ന് പറയാറില്ലേ? എങ്ങനെ പറയാ? Your clothes are drenched. Your clothes are drenched എന്ന് പറയാം കേട്ടോ. Your clothes are drenched. അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കിയേ, കാർമേഘം മൂടിക്കെട്ടി എന്നുള്ളതിന് നമ്മൾ ഓവർകാസ്റ്റ് എന്ന വേർഡ് പറഞ്ഞു. ചാറ്റൽ മഴയ്ക്ക് ഡ്രിസ്ലിംഗ് എന്ന് പറഞ്ഞു. അത് കുറച്ചുകൂടെ ശക്തിയാണെങ്കിൽ അതിന് പോറിങ് എന്ന് പറഞ്ഞു. ഇനി നല്ല ശക്തിയിൽ ഇങ്ങനെ ജനലും വാതിലൊക്കെ ഇങ്ങനെ അടിച്ച് പെയ്യുകയാണെങ്കിൽ നമ്മളതിന് ലാഷിംഗ് എന്ന് പറയാം. ഇനി അതിഗംഭീരമായിട്ട് പെയ്യുകയാണെങ്കിൽ നമുക്ക് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറയാം. റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് അതെന്തായാലും ഒന്ന് മനസ്സിൽ വെക്കണം കേട്ടോ, ആ ഒരു ഇഡിയം. റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. ഓക്കെ, പിന്നെ നനഞ്ഞു കുതിർന്നു എന്നുള്ളതിന് എന്താ പറയുക? ഡ്രെൻച്ച്ഡ്. അതുപോലെ ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്തും അതുപോലെ പെയ്ത് കഴിഞ്ഞാലൊക്കെ നമ്മളിപ്പം റോഡിലൂടെയൊക്കെ നടന്നു പോവുകയാണെങ്കിൽ നമ്മൾ കാണാറില്ലേ, അതായത് കുണ്ടും കുഴിയും അതിൽ കെട്ടിക്കിടക്കുന്ന വെള്ളമൊക്കെ, ആ ചെറിയ കുഞ്ഞു കുണ്ടും അതിൽ വെള്ളമൊക്കെ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന കാണാറില്ലേ? അതിന് നമ്മൾ പറയാം പഡിൽ എന്നാണ് കേട്ടോ. പഡിൽ. റോഡ് മുഴുവൻ ഇങ്ങനെ കുണ്ടും കുഴിയും വെള്ളമാണ്, അതായത് വെള്ളക്കെട്ടുകളാണ് എന്ന് നമ്മൾ എങ്ങനെയാ പറയാ? The road is full of puddles. The road is full of puddles. Okay, the road is full of puddles. അതുപോലെ മഴയെ പറ്റി പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു സുഗന്ധമുണ്ട്, ഒരു സ്മെല്ലുണ്ട്, അതായത് മണ്ണിൻ്റെ മണം അല്ലേ? മണ്ണിൻ്റെ മണം. അതിന് നമ്മൾ പറയുക പെട്രിക്കോൾ എന്നാണ് കേട്ടോ. പെട്രിക്കോൾ. ഓക്കെ, പെറ്റിക്കോട്ട് എന്നൊന്നും പറഞ്ഞേക്കല്ലേ. പെട്രിക്കോൾ. ഓക്കെ, പെട്രിക്കോൾ. ഐ ലവ് ദ സ്മെൽ ഓഫ് പെട്രിക്കോൾ ആഫ്റ്റർ ദ ഫസ്റ്റ് റെയിൻ. ആദ്യത്തെ മഴ കഴിഞ്ഞാലുള്ള ആ ഒരു സ്മെൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ശരിക്കും ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഐ റിയലി എൻജോയ് ദ സെൻറ്റ് ഓഫ് പെട്രിക്കോൾ വെൻ ഇറ്റ് റെയിൻസ്. ഐ റിയലി enjoy the smell of petrichor when it rains. അപ്പോൾ അതേ മഴയുമായി കണക്ട് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് വേർഡ്സ് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ കേട്ട് നമ്മൾ പിന്നെ അത് സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ ഇത് മനസ്സിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് കുറിച്ചൊക്കെ വെക്കുക ഈ വേർഡ്സ്, എവിടെയെങ്കിലുമൊക്കെ ചുമ്മാ ഒന്ന് എഴുതിയിടുക. അതുപോലെ ഫ്രീ ആവുന്ന സമയത്ത് പറ്റുമെങ്കിൽ വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് കണ്ടു നോക്കുക, അല്ലെങ്കിൽ ആ വേർഡ്സിൽ കൂടെ ഒന്നുകൂടെ പോയാൽ മതിയാവും. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അങ്ങനെ കാണുന്ന സമയത്തേ കുറച്ച് ഓർമ്മ നിൽക്കും മനസ്സിൽ, അല്ലെങ്കിൽ നമുക്ക് ഒട്ടും ഓർമ്മയുണ്ടാവില്ല. അതുകൊണ്ടാണ് കേട്ടോ.